ദി റെവല്യൂഷനിസ്റ്റ് ചാനലിലേക്ക് ഏവർക്കും ആദരപൂർവ്വം സ്വാഗതം. മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന അത്യധികം ആശങ്കാജനകമായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ നാളുകളായി നമ്മുടെ നാട് ഗുണ്ടകളുടെയും അക്രമികളുടെയും പിടിച്ചുപറിക്കാരുടെയും മാഫിയ സംഘങ്ങളുടെയും ഭരണത്തിൽ അമർന്നിരിക്കുന്ന അവസ്ഥയാണ് കാണപ്പെടുന്നത്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിലും വർക്കലയിലും കായംകുളത്തും ചങ്ങനാശ്ശേരിയിലും തൃശ്ശൂരിലും എറണാകുളം പട്ടണത്തിലും എന്ന് വേണ്ട കേരളത്തിൻ്റെ നാനാ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഗുണ്ടകളും പിടിച്ചുപറിക്കാരും അഴിഞ്ഞാടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇരുളിൻ്റെ മറവിൽ മാത്രമല്ല, പട്ടാപ്പകൽ പോലും പരസ്യമായി ആളുകളെ കയ്യേറ്റം ചെയ്യുവാനും പിടിച്ചുപറിക്കുവാനും തട്ടിക്കൊണ്ടുപോകുവാനുമെല്ലാം ധൈര്യപ്പെടുന്നതിലേക്ക് കേരളത്തിലെ ഗുണ്ടാ സംഘവും മാഫിയ സംഘവും അവരുടെ അനുയായികളും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പോലീസിനെ വരെ നേരിടുകയും വടിവാള് വീശി പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിൽ നിന്നും യാതൊരു മടിയുമില്ലാതെ നമ്മുടെ നാട് ഭയാശങ്കകളോടെ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴും ഈ അഴിഞ്ഞാട്ടക്കാര് അരങ്ങ് തകർക്കുമ്പോഴും കേരളം ഭരിക്കുന്ന ഭരണകൂടം നിശ്ചലാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറേ നാളുകളായി മൗനത്തിൻ്റെ വാൽമീകത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബസഹിതമുള്ള ഉല്ലാസയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം വാ തുറന്നതായി, ഒരു വിഷയത്തിലും പ്രതികരിച്ചതായി നാം ഇതുവരെ കേട്ടില്ല. ഈ ഗുണ്ടാ വിളയാട്ടം നടക്കുമ്പോൾ ദിനം പ്രതി കൊലപാതകങ്ങളും പിടിച്ചുപറികളും എല്ലാം നാട്ടിലെ ജനങ്ങളെ ഭയാശങ്കയിലാഴ്ത്തുമ്പോൾ വാ തുറക്കാത്ത മുഖ്യമന്ത്രി നമുക്ക് വേണോ എന്ന് നമ്മൾ ആലോചിക്കണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. കാരണം ദുബായിലെ സ്വന്തം മകൾ വീണയുടെ അക്കൗണ്ടും മാസപ്പടി വിവാദവും തുറന്നുള്ള SFIO അന്വേഷണവും ED അന്വേഷണവും അടക്കമുള്ള കാര്യങ്ങളിൽ ഭയാശങ്കകളിൽ മുഴുകി തീപിടിച്ച ആത്മാവുമായി കഴിഞ്ഞുകൂടുന്ന ആളിന് മറ്റേത് കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ കടന്നു കയറി ആക്രമിക്കുന്ന ഗുണ്ടാസംഘങ്ങളെ നിലയ്ക്ക് നിർത്തുവാനുള്ള കടമ ഈ സർക്കാരിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? ജനം സംഘടിച്ചതിനെ നേരിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കുവാൻ, അങ്ങനെ സംഘർഷത്തിൻ്റെയും അരിഷ്ടതാവസ്ഥയുടെയും ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുവാൻ തീർച്ചയായും ഈ പിണറായി സർക്കാർ അതിൻ്റേതായ കടമകളും നിർവഹിക്കണം എന്നാണ് ജനങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പണി നിർത്തി വീട്ടിൽ പോകുന്നതിനെപ്പറ്റി ആലോചിക്കുവാനും പറയേണ്ടി വരുന്നതിൽ അതീവമായ ഖേദമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ നമ്മൾ ഗൗരവമായി കാണുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്നും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.